ഗുഡ് മോർണിംഗ് ഗൈസ്. ഞാനിപ്പോൾ നാട്ടിൽ എൻ്റെ വീട്ടിൽ എൻ്റെ സ്വന്തം ബെഡ്റൂമിൽ കിടന്നാണ് ഈ വീഡിയോ എടുക്കുന്നത്. നാട്ടിൽ വന്നിട്ടുള്ള ഫസ്റ്റ് വ്ളോഗാണ്. നാട്ടിൽ വന്നിട്ട് വെരി നെക്സ്റ്റ് ഡേ എടുക്കുന്ന വീഡിയോ അല്ല ഇത്. വെരി നെക്സ്റ്റ് ഡേ എടുക്കണം എന്നൊക്കെ വിചാരിച്ചാണ് ഞാൻ ഇരുന്നത്. പക്ഷെ ഞാൻ കിടപ്പായിപ്പോയി. ഞാൻ ഫുൾ സിക്കായിപ്പോയി. നാട്ടിൽ വന്ന അന്ന് തന്നെ എനിക്ക് പനി പിടിച്ചു, വൈറൽ ഫീവർ പിടിച്ചു. പിന്നെ അങ്ങോട്ട് തലവേദനയും ചുമയും. പിന്നെ എനിക്ക് എപ്പോഴും ഈ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുമ്പോഴത്തേക്കും ഇയർ പ്രഷർ കുറച്ച് പ്രശ്നമുള്ളതാണ് എപ്പോഴും. അതും ഈ പ്രാവശ്യം ഇച്ചിരി കൂടി. അങ്ങനെ ഫുൾ ഞാൻ കിടപ്പായിപ്പോയി. അതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല. ഒരു സുഖമില്ലായിരുന്നു ഇത്രയും ദിവസമായിട്ട്. കാരണം ഫുൾ ടോട്ടലി സിക്കായിപ്പോയി. അത് ഈ ടെമ്പറേച്ചർ മാറുന്നതിൻ്റെയാണ്. കാരണം നമുക്കവിടെ നല്ലൊരു അവിടുന്ന് വിൻ്റർ കഴിഞ്ഞ് വിൻ്റർ കഴിയുന്ന ഒരു പീരീഡ്. ടോട്ടലി സമ്മർ ആയിട്ടില്ല, എന്നാലും തണുപ്പുള്ള ദിവസങ്ങളാണല്ലോ. അവിടുന്ന് പെട്ടെന്ന് ഇങ്ങോട്ട് ഇത്രയും ഹ്യൂമിഡിറ്റിയിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അങ്ങനെ സിക്കായി. ഇപ്പോൾ ഞാൻ മെഡിസിനൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇന്നൊക്കെ ആയപ്പോഴാണ് ഞാനൊന്ന് നേരെ ആയത്. ഇല്ലെങ്കിൽ എനിക്ക് ഒരു രക്ഷയും. ഇവിടുത്തെ ചൂട് സഹിക്കാൻ പറ്റുന്നില്ല. അതിൻ്റെ കൂടെ ആകെ ഫുൾ സിക്കുമായി പോയിട്ട് ഒരു രക്ഷയില്ല. ഇപ്പം മെഡിസിൻ എടുത്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് അങ്ങനെയൊക്കെ. അപ്പോൾ ഞാൻ വന്ന പിറ്റേ ദിവസം തന്നെ ഈ വരവിന് മെയിൻ ഒരു കാരണം എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ കല്യാണമാണ്. എൻ്റെ കൂടെ നഴ്സിങ്ങിന് പഠിച്ച എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ കല്യാണമാണ്. അപ്പോൾ അതിനാണ് ഞാൻ മെയിൻ വന്നത്. അപ്പോൾ അതിന് വേണ്ടി ഡ്രസ്സും കാര്യങ്ങളും എല്ലാം എടുക്കണമായിരുന്നു. കാരണം വന്നു കഴിഞ്ഞിട്ട് എനിക്ക് അധികം സമയമില്ല ഇതെല്ലാം സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ആയിട്ട്. അപ്പം ഞാൻ പിറ്റേ ദിവസം അന്ന് നമ്മൾ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, കൊച്ചിയിലാണ് ഞാൻ വന്നത്. എന്നിട്ട് ഞാൻ നേരെ എറണാകുളത്ത് അൽമാരയിൽ പോയി, പുളിമുട്ടിൽ സിൽസിലിൻ്റെ ഡ്രസ്സ് എടുക്കാനായിട്ട്. അവിടെ ചെന്ന് ഞാൻ അമ്മയ്ക്കും അച്ഛനും ഒക്കെ ഉള്ള എനിക്ക് സാരി അവിടെ നിന്ന് കിട്ടി. പക്ഷേ ഞാൻ തലേ ദിവസം ഈ പ്രീ ബ്രൈഡൽ ഫംഗ്ഷന് വേണ്ടിയുള്ള ഡ്രസ്സൊന്നും നോക്കിയിട്ട് കിട്ടിയില്ല. എനിക്കെന്തോ സീരിയസ്ലി ഞാൻ എൻ്റെ ഒരു റിവ്യൂ പറയാം. എനിക്ക് അൽമാരയിൽ പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല അവിടുത്തെ ഒരു കളക്ഷനും വലിയ കാര്യമായിട്ട്. എനിക്ക് എൻ്റെ പേഴ്സണൽ ഒരു ചോയ്സ് എന്ന് പറയുന്നത് തൊടുപുഴയിലുള്ള മഹാറാണി സിൽക്സ് ആണ്. കാരണം എനിക്കവിടെ എപ്പോൾ ചെന്നാലും ഞാൻ ഉദ്ദേശിക്കുന്ന സാധനം, സെയിം മെറ്റീരിയൽ, സെയിം ഡിസൈൻ എനിക്ക് കിട്ടാറുണ്ട്. നമുക്ക് അധികം തപ്പേണ്ട കാര്യമില്ല. അവർക്ക് ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. എന്തോരം കളക്ഷൻസ് ആണെന്നറിയോ. അപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ അവിടെ പോയി എടുക്കാനായിരുന്നു താല്പര്യം. അപ്പോൾ എനിക്ക് എൻ്റെ ഡ്രസ്സ് അവിടെ നിന്ന് കിട്ടിയില്ല. അപ്പം ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ, ഞങ്ങളിവിടെ തിരിച്ച് വീട്ടിലെത്തിയപ്പോഴത്തേക്ക് ഏകദേശം 2 മണിയായി. വരുന്ന വഴി തന്നെ ഹോസ്പിറ്റലിലും കയറി ഞാൻ കണ്ടിട്ടാണ് വന്നത്. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഡേ തന്നെ നമ്മൾ മഹാറാണി പോയി കഴിഞ്ഞപ്പോഴത്തേക്കും സകല സാധനങ്ങളും കിട്ടി. ഞാനെല്ലാം മെറ്റീരിയൽസ് സെപ്പറേറ്റ് എടുത്തു. അതിന് വേണ്ടിയുള്ള വർക്ക് ചെയ്യാനുള്ള സാധനങ്ങളും എല്ലാം എടുത്തു. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, എൻ്റെ പേഴ്സണൽ ഡിസൈനർ, എൻ്റെ അമ്മ ഇപ്പം ഭയങ്കര തിരക്ക് കാരണം അമ്മയ്ക്കൊന്നും എനിക്ക് വേണ്ടിയിട്ട് സ്റ്റിച്ച് ചെയ്യാനൊന്നും നേരമില്ല. അപ്പോൾ എനിക്കിതെല്ലാം പുറത്ത് കൊടുക്കേണ്ട വന്നു. ഇപ്പോൾ ഇവിടെയൊക്കെ ഈ കല്യാണ സീസൺ ആണല്ലോ, മെയ് ഫുള്ള്. അതുകൊണ്ട് ഒരൊറ്റ ബുട്ടീക്സിലും ഓരോ ആൾക്കാർ സ്റ്റിച്ച് ചെയ്യാനും ഒന്നും എടുക്കില്ല. അങ്ങനെ അന്വേഷിച്ച് നമ്മൾ എൻ്റെ സാരി ബ്ലൗസൊക്കെ നമ്മൾ കട്ടപ്പനയിൽ ഒരു സ്റ്റിച്ചിങ് സെൻറ്ററിൽ കൊടുത്തിട്ടുണ്ട്. എന്തായിരിക്കും എന്നൊന്നും എനിക്ക് അറിയില്ല. ബാക്കിയെല്ലാം ഓൾറെഡി സെറ്റാണ്. അപ്പോൾ ഞാൻ എന്തായാലും ഈ വീഡിയോയിൽ നമ്മൾ ഡ്രസ്സ് എടുക്കാൻ പോയതും കൂടെ ആഡ് ചെയ്യാം. നിങ്ങൾ അത് പോയി കണ്ടിട്ടോ. അപ്പോഴത്തേക്ക് ഞാൻ ഒന്ന് എഴുന്നേറ്റ് പല്ലൊക്കെ തേച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ. ഗെറ്റ് റെഡി വിത്ത് മീ ഒന്നും എടുക്കാനുള്ള ടൈം കിട്ടിയില്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കംപ്ലീറ്റ്ലി ഓക്കെ ആയില്ല. ഇപ്പോഴും ഫുൾ ടയേർഡ്നെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് റെഡിയാവുകയാണ്. അപ്പം റെഡിയായി ഇറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഒന്ന് ഏതാണ് ഔട്ട്ഫിറ്റ് ഇടുന്നത് എന്നൊക്കെ വിചാരിച്ച് കാണിക്കാം ഇന്ന്. കാര്യം ഇലക്ഷൻ്റെ റിസൾട്ട് വരുന്ന ദിവസമാണ്. അപ്പം നല്ല തിരക്കായിരിക്കും റോഡിലൊക്കെ. അപ്പം നമ്മൾ വിചാരിച്ചത് കുറച്ച് രാവിലെ ഇറങ്ങണം എന്നാണ്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ടയേർഡ്നെസ്സൊക്കെ കാരണം ഞാൻ എഴുന്നേറ്റപ്പോൾ തന്നെ നല്ല ലേറ്റായി. പിന്നെ നമ്മൾ വിചാരിച്ചപ്പോൾ പുറത്ത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് പോകാമെന്ന്. പിന്നെ അതുമാത്രമല്ല, ഞങ്ങൾ ഇറങ്ങിയപ്പോൾ ഏകദേശം ഒരു 10 മണിയൊക്കെ കഴിഞ്ഞെന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ കറക്റ്റ് ഇറങ്ങിയപ്പോഴാണ് ഫ്ലിപ്കാർട്ടിൻ്റെ ഡെലിവറി വന്നത്. ഞാൻ കാര്യം ജർമ്മനിയിൽ നിന്ന് വരുന്ന ടൈമിൽ തന്നെ കുറച്ച് ഈ ഫംഗ്ഷന് വേണ്ടിയുള്ള ഓർണമെൻറ്റ്സ് ഒക്കെ ഞാൻ കുറച്ച് നേരത്തെ ഓർഡർ ചെയ്ത് വെച്ചു. ഞാൻ പൊതുവെ അങ്ങനെ ചെയ്യാറുണ്ട്. എന്നെക്കൊണ്ട് നേരത്തെ അറേഞ്ച് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യും. അപ്പോൾ കറക്റ്റ് അത് ഇന്നായിരുന്നു ഡെലിവറി. കുറച്ച് ജ്വല്ലറീസാണ് ഞാൻ, നെക്ക് പീസും അതുപോലെ ബാംഗിൾസ്, ഇയറിങ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ഫംഗ്ഷന് വേണ്ടിയുള്ളത് നേരത്തെ ഓർഡർ ചെയ്തിരുന്നു.
കാരണം എനിക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ടായിരുന്നു. ഞാൻ വെഡ്ഡിങ്ങിന് ഏതൊരു കളർ സാരി ആയിരിക്കും, ഏതൊരു കളർ തീമാണ് എടുക്കുന്നത്. പിന്നെ ഈ റിസപ്ഷൻ്റെ ഇടുന്നത് മാത്രമായിരുന്നു ഒരു ഡൗട്ട് വന്നത്. ഞാൻ ഉദ്ദേശിച്ച കളർ തന്നെ കിട്ടുമോ എന്നുള്ളത്. അപ്പോൾ ഞാൻ അതിൻ്റെ ജ്വല്ലറീസ് വാങ്ങിച്ചില്ല. അത് ഞാൻ ഡയറക്റ്റ് ഷോപ്പിൽ നിന്ന് വാങ്ങാമെന്ന് വിചാരിച്ചു. ബാക്കി ഞാനൊരു ടെമ്പിൾ ജ്വല്ലറീസ് ആണ് വന്നിരിക്കുന്നത്. മെയിനായിട്ട് കൂടുതൽ അതിൽ റോസ് ആൻഡ് ഗ്രീൻ സ്റ്റോൺസ് വരുന്നതാണ് ഞാൻ കൂടുതൽ വാങ്ങിച്ചിട്ടുള്ളത്. കാരണം അത് ഏതൊരു കളർ തീമിനായാലും ടെമ്പിൾ ജ്വല്ലറീസ് ഒന്നും, ഞാൻ സാരിയാണ് പ്രിഫർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ ഉച്ചയ്ക്കൊരു നാടൻ ഊണ് കഴിക്കാമെന്ന് വിചാരിച്ച് ഇത് നമ്മൾ തൊടുപുഴയ്ക്ക് പോകുന്ന റൂട്ടിലുള്ള ഒരു ഷോപ്പാണ് കേട്ടോ. ഇത് അത്യാവശ്യം ഭയങ്കര ഫേമസ് ഒക്കെ ആയിട്ടുള്ള ഒരു നാടൻ ഭക്ഷണശാലയാണ്. ഇവരുടെ അതായത് മീൽസ് ഭയങ്കര വൈറലായിരിക്കുന്നതാണ്. എത്ര 28 കൂട്ടം കറി കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞിട്ട്. ഞാനിതിന് മുമ്പ്, അതായത് ഒരു 4 വർഷമൊക്കെ മുന്നേ ജർമ്മനിയിലൊക്കെ പോകുന്നതിന് മുന്നേ ഞാൻ ഇവിടെ വന്ന് ഒരു പ്രാവശ്യം കഴിച്ചിട്ടുണ്ട്. അന്ന് ഇത് ഭയങ്കര ഹൈപ്പ് കയറി നിൽക്കുന്ന ഒരു ടൈമാണ്. ഇപ്പോഴെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് ഇപ്പോൾ എന്താ പറയുക, കറക്റ്റ് നമ്മുടെ ആ ഒരു നാടൻ ഒതൻറ്റിക് ഫ്ലേവർ എനിക്കങ്ങനെ തോന്നിയില്ല. പക്ഷേ ചിലപ്പം ഈ ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നത് ഇവരും കാണും. ഒരുപാട് കറികളുണ്ട് കേട്ടോ, ഒരുപാട് കറികളുടെ ഓപ്ഷൻസ്. ഞാൻ എന്താണ് ശ്രദ്ധിച്ചതെന്ന് വെച്ചാൽ ഇവർക്കെല്ലാം തേങ്ങ ഇട്ടിട്ടുള്ള കറികളാണ്. ഫുൾ തേങ്ങ ഇട്ടുള്ള കറികളാണ് മൊത്തം. അങ്ങനെ നല്ലൊരു ലഞ്ചൊക്കെ കഴിച്ചിട്ടാണ് പിന്നെ നമ്മൾ പോയത്. ഇപ്പം എൻ്റെ വീട്ടിൽ നിന്ന് തൊടുപുഴയ്ക്ക് ഏകദേശം ഒരു 1 1/2 അവർ ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അൽമാരയിൽ പോയി ഡ്രസ്സ് നോക്കിയിട്ട് എനിക്ക് സാരി മാത്രമേ അവിടെ നിന്ന് കിട്ടിയുള്ളൂ. സാരിയുടെ ബ്ലൗസ് ആയാലും ഒന്നും ഞാൻ ഉദ്ദേശിച്ച് എനിക്ക് കിട്ടിയില്ല. അപ്പം ഞാനിപ്പോൾ പോകുന്നത് മഹാറാണിയിലേക്കാണ്. മഹാറാണിയിൽ നിന്നാണ് ഞാൻ എല്ലാ തവണ ഡയറക്റ്റ് ലാൻഡ് ചെയ്തിട്ട് ഞാൻ നേരെ പോയി മഹാറാണിയിൽ പോയിട്ടാണ് ഡ്രസ്സ് എടുക്കാറ്. അവിടെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അധികം സമയം വേണം. നമ്മൾ നോക്കുന്ന സാധനങ്ങൾ എനിക്ക് ഇതുവരെ ഒന്നും കിട്ടാതെ ഇരുന്നിട്ടില്ല. ഞങ്ങൾക്ക് ആർക്കും തന്നെ ഫാമിലീസ് നോക്കിയിട്ട് ഒന്നും കിട്ടാത്തതില്ല. നാട്ടിലെ ചൂട് ഒരു രക്ഷയില്ല കേട്ടോ. ഞാൻ ഇവിടെ വന്ന് ലാൻഡ് ചെയ്തപ്പോൾ ഞാൻ ഹുഡിയൊക്കെ ഇട്ടുകൊണ്ടല്ലേ വന്നത്. ഞാൻ എയർപോർട്ടിൽ നിന്ന് തന്നെ ഡ്രസ്സ് മാറുകയാണ് ചെയ്തത്. കാരണം അത്രയ്ക്കും ഹ്യൂമിഡിറ്റി ഭയങ്കരമാണ്. അപ്പോൾ ഞാൻ ഇതുപോലത്തെ ഒരു ചെറിയ മിനി ഫാൻ ഞാൻ അവിടെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അത് ഞാൻ ചുമ്മാ ബാഗിനകത്ത് എടുത്തിട്ടതാണ്. അപ്പം ഇത് യൂസ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നി. അപ്പോൾ മഹാറാണി സിൽക്സ് അറിയില്ലാത്തവർക്ക് ഇത് തൊടുപുഴയിലാണ് കേട്ടോ. നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി എക്സാക്റ്റ് ലൊക്കേഷൻ. ഞാനും ഗൂഗിൾ ചെയ്തിട്ടാണ് പോകാറ്. കണ്ടില്ലേ, ഞാൻ അവിടെ ചെന്നപ്പോൾ തന്നെ ഒരു കോൺട്രാസ്റ്റ് കളർ എടുക്കാമെന്നാണ് വിചാരിച്ചത്. എൻ്റെ ഒരു സാരി ഒരു തരം എന്താ പറയുക, മജന്ത അല്ലെങ്കിൽ ഒരു വാടാമുല ഷെയ്ഡില്ലേ, അതാണ്. ഞാൻ പറഞ്ഞില്ലേ, ഇവരുടെ ബ്രൈഡൽ സെലക്ഷൻസ് കണ്ടില്ലേ, ദൂരം സെലക്ഷനാണെന്ന് അറിയാം. അതുപോലെ മെറ്റീരിയൽസിനൊക്കെ ആയാലും ഭയങ്കര സെലക്ഷൻസ്, ഒരുപാട് സെലക്ഷൻസ്, ഒരുപാട് തരത്തിൽ ഡിഫറെൻറ്റ് തരത്തിലുള്ള മെറ്റീരിയൽസ് ഉണ്ട്. ഇവിടെ തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. പിന്നെ എനിക്ക് ഒരു പ്രത്യേകത തോന്നിയത്, ഞാൻ ഈ ഒരു ഷെയ്ഡാണ് എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. എൻ്റെ കയ്യിലൊരു പിൻട്രസ്റ്റ് മോഡലുണ്ട്. ആ എക്സാക്റ്റ് ഷെയ്ഡാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പം ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ, നമുക്ക് ഇവിടെ വന്ന ജ്വല്ലറീസ് എവിടെയുണ്ട്, ഡ്രസ്സിന് വേണ്ടി തന്നെ നമുക്ക് സ്റ്റൈൽ ചെയ്യാനായിട്ടുള്ള വർക്ക് മെറ്റീരിയൽ ഇതുണ്ട്, ഇതുപോലത്തെ കാര്യങ്ങൾ. അപ്പം ഞാൻ എൻ്റെ ദുപ്പട്ടയ്ക്ക് ഇതുപോലത്തെ ലേസ് കൊടുക്കാൻ വേണ്ടി വർക്ക് ചെയ്യാനായിട്ട് ഞാൻ അവിടെ തന്നെ ലേസ് നോക്കി. അപ്പോൾ ഞാൻ അങ്ങനെ നോക്കി വന്നപ്പോഴാണ് പെട്ടെന്ന് എനിക്ക് നല്ല കേരള സെറ്റ് സാരിയുടെ കളക്ഷൻസ് കണ്ടത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരെണ്ണം എടുത്തു. ഇനിയിപ്പം ഓണവും ഒക്കെ വരികയല്ലേ, അപ്പം തിരിച്ചിനിയിപ്പം ജർമ്മനിയിലായിരിക്കും എന്തായാലും ഓണം. അപ്പം ഞാൻ എന്തായാലും ഒരെണ്ണം എടുത്താണ്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ ഫുഡ് വെയർ ഉണ്ട്. അതുപോലെ നമുക്കിനി ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ വീണ്ടും സ്റ്റൈലിങ്ങിന് വേണ്ടി പുറത്തൊരു എക്സ്ട്രാ ലേഡീസ് ഷോപ്പിൽ പോയി വാങ്ങേണ്ട കാര്യമില്ല. അങ്ങനെ ഞങ്ങളൊരു 2, 3 മണിക്കൂർ എടുത്തതാ ഈ കണ്ട കാര്യങ്ങളെല്ലാം കിട്ടി. ഞാൻ ഉദ്ദേശിച്ച എൻ്റെ അതായത് റിസപ്ഷൻ ഇടാനായിട്ടുള്ള ഡ്രസ്സിൻ്റെയും എല്ലാ മോഡൽസും കിട്ടി. ഇനി ഇതെവിടെയെങ്കിലും ഒന്ന് സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കുക എന്നുള്ളതാണ്. ഈ മഹാറാണി സിൽക്സിലും നമുക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ അവർക്കിപ്പം എന്താണ് ഈ മാരേജിൻ്റെ തിരക്കിൻ്റെ അല്ലായിരുന്നു കാര്യം. എനിക്ക് തോന്നുന്നു ഞാൻ ഉദ്ദേശിച്ച ഡേറ്റിൽ എനിക്ക് സംഭവം കിട്ടില്ല. അതുകൊണ്ടാണ്. അങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് വീട്ടിൽ വന്ന് നല്ല ചൂട് കാപ്പിയും ഒരു ചെറിയ കടിയൊക്കെ കഴിച്ച് ഞാൻ പുറത്തിങ്ങനെ ഇരിക്കുകയാണ്. ഇത് ഞാൻ അധികം ഇവിടെ വന്നിട്ട് കഴിക്കണമെന്ന് ഉദ്ദേശിച്ചില്ല. പക്ഷെ ഒരു വന്ന ദിവസമല്ലേ, ഒരു 1, 2 ദിവസമൊക്കെ നമുക്ക് ജസ്റ്റ് കഴിക്കാം. പിന്നെ ഇത് ഞാൻ ഫോക്സ്ടെയിലിൻ്റെ സ്കിൻ റേഡിയൻസ് മാസ്ക് നാട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. ഞാനിങ്ങനെ ഗൂഗിൾ ചെയ്തപ്പം ബെസ്റ്റ് സ്കിൻ മാസ്ക് ഇതാണെന്ന് കണ്ടു വാങ്ങിയതാണ്. എന്താണെന്നറിയില്ല, നാട്ടിൽ വന്നപ്പോൾ തന്നെ മുഖമൊക്കെ ആകെ ഡള്ളായി ടാൻ അടിച്ച പോലെ എനിക്ക് തോന്നി. ഫസ്റ്റ് ട്രൈ തന്നെ സ്കിന്ന് നല്ല ചേഞ്ചാണ്. നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ അടുത്തൊരു വ്ലോഗായിട്ട് കാണുന്നത് വരെ ബൈ ബൈ.